ഹലോ ഗൈസ്, അപ്പൊ കോയൽ കിണറിന്റെ മോട്ടർ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ എടുക്കുന്ന ടീമാണ് ഇത്. അപ്പൊ നമ്മളെ ഖാദർക്കാടെ വീട്ടിലാണ് കോയൽ കിണറിന്റെ മോട്ടർ കുടുങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ വക ഒരു 4-5 മണിക്കൂർ ചെയിൻ റോപ്പൊക്കെ ഇട്ടിട്ട് നമ്മള് മെനക്കെട്ട് 300-350 അടി താഴ്ചയിലാണ് ഉള്ളത് കോയൽ കിണർ. വെള്ളം എടുക്കാത്തതിന്റെ പേരിലാണ് മോട്ടർ പൊക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മള് ഒരുപാട് മെനക്കെട്ട് ഞമ്മക്ക് സാധനം കിട്ടിയില്ല. എന്തായാലും ഒരു 150 അടിയോളം നമ്മൾ വലിച്ചു കയറ്റി. പിന്നെ അത് അവിടെ കുടുങ്ങി. മോട്ടർ അങ്ങണ്ടും ഇല്ല ഇങ്ങണ്ടും ഇല്ല. അപ്പൊ ഇവരുടെ സഹായം തേടി. അപ്പൊ ഇവരനെ വിളിച്ച്, ഇവരുടെ നമ്പറും കാര്യങ്ങളൊന്നും നമ്മൾ മേടിച്ചു വെച്ചില്ല, വേറെ ആൾ മുഖാന്തരം വന്നതാണ്. അപ്പൊ അവര് മിഷനും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വലിയ കയറൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ കയറ് എന്ന് പറഞ്ഞാൽ 300-350 അടി താഴ്ചയിലേക്ക് ഈ എത്തണ കയറും കാര്യങ്ങളും, പിന്നെ റാഡ് 10 അടി റാഡ്, അങ്ങനത്തെ കുറെ റാഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവര് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് റാഡ് ഇറക്കിയിട്ട് അവര് പിന്നെ കോയൽ കിണറിന്റെ മോട്ടറിന്റെ മേലെ കൊളത്തിയിട്ട് പിന്നെ വലിക്കണ പരിപാടിയാ തോന്നുന്നുണ്ട്. അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാ വന്നിക്കണ്. ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ട്ടാ, അവര് കൊടുത്തിട്ടുണ്ട്. അപ്പോ 10 റുപ്യ 12 റുപ്യ ആ റേറ്റ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ മോട്ടർ എങ്ങനെയാണോ കുടുങ്ങിക്കണ് അതേപോലെ ഇരിക്കും അതിന്റെ റേറ്റും കാര്യങ്ങളും. ഇതൊക്കെയാണ് അവസ്ഥ. കരണ്ടിന്റെ മോട്ടർ, കരണ്ട് വേണം, കരണ്ടിനാണ് മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കണത്. അപ്പോ ഈ റാഡ് ഉണ്ട്, 10 അടി റാഡ് അതിൽക്ക് ഇങ്ങനെ അറക്കും. അതാ അതിന്റെ അടിയിൽ ഒരു കുളത്തുണ്ട്. അപ്പൊ കോയൽക്കിണറ്റിക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ അടുത്ത റാഡ് എടുത്ത് അയിമ ത്രെഡ് ചെയ്ത് അങ്ങനെ 10-100 10 അടി കമ്പികളുണ്ട്, റാഡുകളുണ്ട്. ആ റാഡ് സെറ്റ് ചെയ്തിട്ട് അടിയിൽക്ക് ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകും. സ്പാൻഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് റാഡ് മുറുക്കണുണ്ട്. അപ്പോ ആ റാഡ് കഴിയുമ്പോ വേറെ റാഡ് കൊടുന്ന് ഇറക്കും. കോയൽ കിണർ അടിക്കണ മിഷേന്റെ റാഡ് പോലെ തന്നെയാണ്. അത് കുറച്ച് വണ്ണുള്ളതാണുള്ളൂ, ഇത് കുറച്ച് വണ്ണം കുറഞ്ഞ റാഡാണ്. ഇറക്കിയിട്ട് ഏത് കുടുങ്ങിയ മോട്ടറും അവർ കയറ്റണുണ്ട്. അപ്പൊ കയറ്റണവും കാര്യങ്ങളും നമ്മളത് എടുത്തിട്ടില്ല, കാരണം എടുക്കാൻ നമുക്ക് നേരം കിട്ടിയില്ല, ഒരുപാട് ടൈം പിടിച്ച്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്ത്. ഇവർക്കും ഓരോ പരിപാടി ഉണ്ടായിരുന്നു. ഇവര് കുറച്ച് മോട്ടർ കയറ്റിയിട്ട് ഇവര് പോയി, പിന്നെ വന്നിട്ട് അത് കയറ്റി, മോട്ടർ കയറ്റി. അപ്പൊ ഈ റാഡ് എവിടെയാണോ എത്തണ് അവിടെയാണ് ഇതിന്റെ മോട്ടർ കുടുങ്ങി കിടക്കണ വെച്ചാ അതുവരെ ഈ റാഡ് കൊണ്ടുപോയി അവിടെ കൊളത്തിയിട്ട് മോട്ടർ വലിക്കും. മോട്ടർ ഒരു 10-20 വർഷമായിട്ട് ഈ കോയൽക്കിണറ്റിലെ മോട്ടർ കയറ്റിയിട്ടില്ല എന്നാണ് നമ്മളൊക്കെ ധാരണ. അല്ലെങ്കിൽ ചെയിൻ റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് ചെയിൻ റോപ്പും ഭയങ്കര ടൈറ്റ് വരലോർത്തി, കയറ് ഭയങ്കര ടൈറ്റ് വരലോർത്തി. അപ്പൊ നമ്മൾ വിചാരിച്ചത് പൊട്ടെന്നുള്ള ഒരു ബേജാറിലാണ് ഇവരിനെ വിളിച്ചത്. അപ്പൊ ഇവര് നല്ല ഉസാറായിട്ട് മോട്ടറും കാര്യങ്ങളും പുറത്തെടുത്ത് അതാ സാധനമൊക്കെ പുറത്തെടുത്ത് മോട്ടറും ഒക്കെ പുറത്തെടുത്തിക്കണം. ആ വീഡിയോ ഒന്നും ഇതിലില്ല. ഓക്കെ.